നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവായ കുരുമുളകിനെയാണ് തൊടിയിലെ ചെടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ജന്മഭൂമി കേരളം എന്ന് കരുതപ്പെടുന്നു. അതിപ്രാചീന കാലത്തു തന്നെ യവനരും റോമക്കാരും ഇതിൻ്റെ ഉറവിടം തേടിയാണ് ഇന്ത്യയിൽ എത്തിയത്. പൈപ്പറേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈപ്പർ നൈഗ്രം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ മരീചം, കൃഷ്ണ എന്നൊക്കെ നാമധേയങ്ങളുണ്ട്. തെക്കേ ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് കുരുമുളക് വളരെ വിപുലമായി കൃഷി ചെയ്തു വരുന്നത്. ലോകത്തിലുടനീളം വിതരണം ചെയ്യുന്ന കുരുമുളകിൻ്റെ 50% ഇന്ത്യയിലാണ് കൃഷി ചെയ്യുന്നത്. തെങ്ങുകളിലും കവുങ്ങുകളിലും പടർന്നു വരുന്ന ഒരു ആരോഹി സസ്യമാണ് ഈ കുരുമുളക്. കേരളത്തിലെ ഞാറ്റുവേല കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഇതിൻ്റെ തണ്ട് വളരെ കടും പച്ച നിറത്തിലുള്ള തണ്ടും ഇതിൻ്റെ ഫലത്തിന് പച്ച നിറവും അത് പഴുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു കടും ചുവപ്പ് നിറവും അത് ഉണക്കിക്കഴിഞ്ഞാൽ വളരെ കറുത്തിട്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു ഫലമായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ പൈപ്പറിൻ, ചവാസിൻ തുടങ്ങിയവയാണ്. റൈബോഫ്ലേവിൻ തുടങ്ങിയ വൈറ്റമിനുകളും ഇതിൽ സുലഭമാണ്. ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഇതിൻ്റെ ഫലവും അതുപോലെ വേരുമാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ പറയുന്നു. കുരുമുളക് നമ്മുടെ കറുത്ത പൊന്ന് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലം ഈ നമ്മുടെ കേരളത്തിൽ ചേർത്തല ഭാഗത്താണ്. അവിടെയാണ് ഈ മന്തുരോഗം അധികം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി മന്തുരോഗത്തിന് ഔഷധം ഉണ്ടാക്കി അവിടെ തന്നെ ഉണ്ടാക്കിയതാണ് ഈ കുരുമുളക്. അതായത് ഈ മന്തുരോഗം എന്ന് മാത്രമല്ല, ഈ കബജമായ രോഗങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോഗിക്കാവുന്നതാണ്. പണ്ട് പനി ഉണ്ടെങ്കിൽ കുരുമുളക് കഷായം കഴിച്ചിട്ട് ഒരു ദിവസം മൂടി പൊതിച്ച് കിടന്നാൽ പനി മാറും. അപ്പോൾ അതിൻ്റെ ഉപയോഗം തന്നെ ഈ പനിക്ക് കുരുമുളകിൻ്റെ ആ കഷായം ഉണ്ടാക്കി കഴിച്ചാൽ ഈ തൊണ്ടയിലുണ്ടാകുന്ന കഫം, ചുമ, പനി ഇതെല്ലാം ശമിക്കും. പിന്നെ ഒരു പ്രയോഗം ഈ പുകവലി മാറ്റാൻ വേണ്ടി ആൾക്കാർക്ക് വളരെ താല്പര്യമുണ്ട്. അപ്പോൾ അത് നിർത്താൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതിന് പുകവലിക്ക് ഉള്ള ആൾക്കാർ പുകവലിക്കാൻ തോന്നുമ്പോൾ 2 കുരുമുളക് വായിലിട്ട് ചവച്ചരയ്ക്കാൻ മതി. അപ്പോൾ പുകവലിക്കാൻ തോന്നും. അങ്ങനെ ഒരു 2-3 ദിവസം പുകവലിക്കാതിരുന്നാൽ പുകവലി നിർത്താൻ പറ്റും. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഈ കുരുമുളകിന്. കാരണം ആ പുകവലിച്ച് വായയുടെ ഉള്ളിലുണ്ടാകുന്ന ആ സെൻസ് മാറാൻ ഈ കുരുമുളകിൻ്റെ മറ്റേ ചവച്ചരയ്ക്കാൻ മതി. പിന്നെ പക്ഷേ അതേസമയം ഈ ശ്വാസം മുട്ടുള്ള ആൾക്കാർക്ക് അധികം കുരുമുളക് കഴിക്കരുത്. അപ്പോൾ ഈ കഫം ഇളകിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ട് കൊടും. അതും കൂടിയും പ്രയോഗിക്കണം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഔഷധം കഫം ഇളകി പോകാനും ചുമ ഉള്ള സമയത്താണ് ഇതിൻ്റെ പ്രയോഗം കൂടുതൽ.